നമസ്കാരം. ഞാൻ വിനോദാണ്. വിരാട വിനോദത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എറണാകുളത്തിൻ്റെ അല്ലെങ്കിൽ കൊച്ചിയുടെ ശ്വാസകോശമായിട്ട് അറിയപ്പെടുന്ന മംഗളവനത്തിലേക്കാണ്. മംഗളവനം ഹൈക്കോർട്ടിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് മംഗളവനം ബേർഡ് സാങ്ച്വറി ഉള്ളത്. ഏതാണ്ട് 2.25 ഹെക്ടറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് മംഗളവനം. വേനൽക്കാലത്താണ് ഇവിടുത്തെ കാലാവസ്ഥ ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല സമയമാണ് കാലാവസ്ഥ ആസ്വദിക്കാനായിട്ട്. കാരണം കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ചതുപ്പ് നിലമാണ്. ഇത് പരിപാലിക്കുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഏതാണ്ട് 50-ൽ പരം മൈഗ്രേറ്ററി ബേർഡ്സ് ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്ന. ചില പക്ഷികളുടെയൊക്കെ ഫോട്ടോയും വിവരങ്ങളുമൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. 6 തരം കണ്ടൽ ചെടികളും ഉണ്ടത്ര ഇവിടെ. ഒരു ടൈഡൽ ലേക്കാണ് ഇത്. അതായത് വേലിയേറ്റ സമയത്ത് ഇതിനകത്ത് വെള്ളം പൊങ്ങും. അത് കണക്ട് ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള ഒരു കൊച്ചി ലേക്കിൽ നിന്നുള്ള ഒരു കനാല് വഴിയാണ്. ആകെ നോക്കേണ്ടത് കൊച്ചിയുടെ ഒരു സുഗന്ധം നമുക്കിവിടെയും അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. വൻമരങ്ങളുണ്ട്. ചില പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാമെന്നല്ലാതെ എനിക്ക് ഒന്നിനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. സ്പോട്ട് ചെയ്താലും തിരിച്ചറിയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഞാനൊരു ബേർഡ് വാച്ചറാണ്. ഇതിലൂടെ കുറച്ച് നടപ്പാതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നടപ്പാതകളിലൊക്കെ നടക്കാം. ചില കുട്ടികളും ആൾക്കാരും ഒക്കെ ഇതിനകത്ത് വരുന്നുമുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കണ്ടൽ കാടുകളുടെ ഇടയിലൂടെയുള്ള നടപ്പാതകളോ അങ്ങനെ പോകാനുള്ള സൗകര്യങ്ങളോ ഇല്ല എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. കുറച്ച് ഏരിയയിൽ മാത്രമേ നടപ്പാതകൾ ഉള്ളൂ. അതിന് മാത്രം ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരിക്കും. ഇതൊരു വലിയ കൊമ്പൻ മരമാണ്. ചില മരങ്ങളൊക്കെ പ്രായാധിക്യം കൊണ്ട് ഒടിഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ ഇതിൽ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നതാണ്. കുറേ വവ്വാലുകളെ ഇതിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. അതുമാത്രമാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ട. അത് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് വവ്വാലുകളെ കാണാം. ആ കറുത്ത സ്പോട്ടായിട്ട് കാണുന്നത് വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വവ്വാലുകളേക്കാൾ കൂടുതൽ ഇതിനകത്തുള്ളത് കൊതുകുകളാണ്. അതുകൊണ്ട് അനങ്ങാതെ നിൽക്കരുത്. അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടൽ വനത്തിൻ്റെ മുകളിലൂടെ നമ്മളെ കൊതുകുകൾ എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടു നടക്കുന്ന പോലെ കാഴ്ചകൾ കാണിച്ചു തന്നേക്കും. അത് ഒന്ന് ശ്രദ്ധിക്കുക. ആറുതരം കണ്ടൽ ചെടികൾ ഇതിനകത്തുണ്ടെന്നാണ് ഇവിടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ചെടികൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഇവിടെ കണ്ട പക്ഷികളൊക്കെയാണിത്. പലതരം കൊക്കുകൾ, ബ്രാഹ്മണി കൊക്ക് വരെ ഇതിനകത്തുണ്ട്, ഉണ്ടാകാറുണ്ട് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇത്രയുമാണ് മംഗളവനത്തിൻ്റെ കാഴ്ചകൾ. പുറത്തിറങ്ങിയാൽ ഹൈക്കോർട്ടാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി.